നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞത് ഗിയു അക്കാസേന്റെ കൈ വെട്ടുന്നിടം വരെയായിരുന്നു. ചാപ്റ്റർ 150 തുടക്കം നമുക്ക് കാണാം ഗിയു അക്കാസയും തമ്മിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിയുവിന്റെ മനസ്സിൽ ഇങ്ങനെ കുറേ തോട്ടുകൾ വരുന്നുണ്ട്. അതായത് എനിക്ക് എൻ്റെ പവറിനനുസരിച്ച് എനിക്ക് എപ്പോഴും ചുമ്മാ കടന്ന് വാള് വീശുന്നൊന്നും ഇഷ്ടമല്ല, അനാവശ്യമായിട്ട് ഫൈറ്റിന് കയറി ജോയിൻ ആകുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒപ്പോണന്റിനെ കിട്ടിയിരിക്കുകയാണ്. എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് എൻ്റെ സെൻസസ് ഒക്കെ ഇപ്പോൾ നല്ലപോലെ ഷാർപ്പായിട്ടുണ്ട്. ലോക്കായി കിടന്ന എൻ്റെ സെൻസസ് ഒക്കെ ഇപ്പോൾ പുറത്ത് വരുന്ന പോലെ. ഉടനെ നമുക്ക് കാണാം ടാഞ്ചിറോ ഇങ്ങനെ വണ്ടർ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും മനസ്സിലാത്തില്ല കാര്യം എന്തോന്ന്. പെട്ടെന്ന് തന്നെ ഗിയുവിനെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കാര്യം പിടികിട്ടുന്നത്. വേറൊന്നുമല്ല, ഗിയുവിൻ്റെ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ആയിരിക്കുകയാണ്. എസ്കൈസ് ഗിയു അങ്ങനെ തൻ്റെ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ആക്കി. ഗിയു എന്നിട്ട് ഉടനെ തന്നെ അക്കാസയുടെ റഷ് ചെയ്ത് വാള് വീശിക്കൊണ്ട് പോകുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് അക്കാസയുടെ കഴുത്ത് കെട്ടാതെ രക്ഷപ്പെട്ടു. അക്കാസ ഉടനെ തന്നെ ഗിയുവിൻ്റെ മുഖത്തിട്ട് പഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഗിയു ഉടനെ തന്നെ മാറിക്കൊടുക്കുകയാണ് അവിടെ നിന്ന് ചെയ്തത്. ഗിയു എന്നിട്ട് വീണ്ടും വാള് വീശുന്നുണ്ട്. അക്കാസ വീണ്ടും അത് ബെൻഡ് ചെയ്തത് ഒഴിവാക്കി കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ അക്കാസ ചിന്തിക്കുന്നുണ്ട്, ഓ അവൻ്റെ മുഖത്തൊരു പാട് വന്നല്ലോ, അവനിപ്പോൾ നല്ലപോലെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഗിയോ അപ്പം തന്നെ വാട്ടർ ബ്രീത്തിൻ്റെ 4th ഫോം ഉപയോഗിച്ചിട്ട് ഒറ്റ വെട്ടുകയാണ്. ആ വെട്ടിൽ അക്കാസയുടെ കൈ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിയുന്നത് കാണാം. അക്കാസ അപ്പുറത്തുനിന്ന് നല്ലപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഗിയോൻ്റെ തലയൊക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട് അവിടെ. ടാഞ്ചിറോ ഇതെല്ലാം കണ്ടുകൊണ്ട് മൂലക്കിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ രണ്ടുപേരും ഭയങ്കര സ്പീഡാണല്ലോ. പക്ഷേ അക്കാസ ഗിയോൻ്റെ ഇപ്പോഴത്തെ ഇൻക്രീസ് ചെയ്ത സ്പീഡുമായിട്ട് മാച്ചും ആകുന്നുണ്ട്. ടാഞ്ചിറോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ബാറ്റിൽ ഓഫ് സ്റ്റാമിന വരുമ്പോൾ എപ്പോഴും മനുഷ്യന്മാർ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ നമുക്ക് മൂസാനെ കൊന്നേ പറ്റൂ. ടാഞ്ചിറോ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് അക്കാസയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇത്ര ആക്യുറേറ്റ് ആവുന്നത്? എങ്ങനെയാണ് ഇവന് കാണാത്ത അറ്റാക്കൊക്കെ പെട്ടെന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അവൻ ഉടനെ തന്നെ അക്കാസ നേരത്തെ ക്യൂജറായിട്ടുള്ള ഫൈറ്റിനെ പറ്റി പറഞ്ഞൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഉടനെ തന്നെ അവൻ ഇനോസ്കെ ആയിട്ടുണ്ടായിരുന്ന പണ്ടത്തെ കോൺവെർസേഷനൊക്കെ ഇങ്ങനെ റീകോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനോസ്കെ അവൻ്റെ ഇടയ്ക്ക് അന്ന് പറഞ്ഞത് ബാറ്റിൽ സ്പിരിറ്റ് അവർക്ക് ഫീൽ ആവുന്നത് ഒരു സ്റ്റിങ്ങിങ് സെൻസേഷൻ പോലാണ്. എനിമി അപ്പോൾ എയിം ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ടാഞ്ചിറോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓ അങ്ങനെയാണല്ലേ നീ ഗ്യൂട്ടറോൻ്റെ അറ്റാക്കൊക്കെ നോട്ടീസ് ചെയ്തത്, അത് ശരിക്കും അമേസിംഗ് ആണ് കേട്ടോ. എന്നിട്ട് ഇനോസ്കി ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞ് സാധാരണ ഹ്യൂമനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടഫറാണ്. ആരെങ്കിലും എന്നെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ടാഞ്ചിറോ അവനെ പറഞ്ഞ കാര്യം ടെസ്റ്റ് ചെയ്യുന്ന കാണാം. ഇനോസ്കി തിരിഞ്ഞിരിക്കുമ്പോൾ ടാഞ്ചിറോ പുറകെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനോസ്കി ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ എൻ്റെ ഷോൾഡറിലല്ലേ നോക്കിയെന്ന്. അപ്പോൾ ടാഞ്ചിറോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓ അപ്പോൾ ഇനോസ്കിയും തൻ്റെ സ്കിൻസ് ഷാർപ്പർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവന് വരുന്ന അറ്റാക്കൊക്കെ പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഇനോസ്കി ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ തന്നെ കൊല്ലണം എന്നുള്ള ഭാവത്തോടെ തന്നെ നോക്കി സ്റ്റെയർ ചെയ്യുകയാണെങ്കിൽ അവനിത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന്. പക്ഷെ എന്നിട്ട് അതേസമയം തന്നെ പുള്ളി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പക്ഷെ ഒരാൾ അങ്ങനെ അല്ല നോക്കുന്നതെങ്കിൽ ഇവന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. എന്നിട്ട് അവൻ അവിടുത്തെ ഓൾഡ് ലേഡി ഇങ്ങനെ പറയുന്നുണ്ട്, ആ പുള്ളിക്കാരത്തി എന്നെ നോക്കി ഇങ്ങനെ സ്റ്റെയർ ചെയ്യുമ്പോൾ എനിക്കിത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ല അത്ര. എന്നിട്ട് ഇനോസ്കി പറയുന്നുണ്ട്, ഒരു ടീമിനെ കൊല്ലാനെന്ന പോലെ അല്ലാതെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന്. എന്നിട്ട് ടാഞ്ചിറോ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ടീമിനെ കൊല്ലാനെന്ന പോലെ അല്ലാതെ അവൻ്റെ അടുക്ക് ഫൈറ്റ് ചെയ്യാൻ അപ്രോച്ച് ചെയ്യാന്ന് ശരിക്കും ഇമ്പോസിബിൾ ആണെന്ന്. അത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. പക്ഷെ അതിൻ്റെ എന്തോ ഒരു കീ ഉണ്ട്. എന്തായിരിക്കും ഇവിടെ അക്കാസ സെൻസ് ചെയ്യുന്ന ബാറ്റിൽ സ്പിരിറ്റ്? അതൊരാളെ കൊല്ലണമെന്നുള്ള ഇൻറ്റൻഷനേക്കാൾ വ്യത്യാസമാണ്. ആ കോമ്പസ് അക്കാസ ആ ഫൈറ്റിന് യൂസ് ചെയ്യുന്ന സാധനം, അതിന് ഈ ഫൈറ്റിൽ എന്തെങ്കിലും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ഇവർ രണ്ടുപേരുടെ ഫൈറ്റ് എടുക്കാൻ നേരം ടാഞ്ചിറോ ഇടയ്ക്ക് കയറിയിട്ട് നമ്മുടെ അക്കാസയുടെ തല വെട്ടാൻ നോക്കുകയാണ്. അക്കാസ അപ്പം തന്നെ കൈ പുറയിലോട്ട് വെച്ചിട്ട് ആ വാള് പിടിക്കുന്ന നമുക്ക് കാണാം. എന്നിട്ട് അക്കാസ, നീ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്ന ടാഞ്ചിറോ എന്ന് പറഞ്ഞിട്ട് അവനെ ഒറ്റ ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. പക്ഷെ ജസ്റ്റ് മിസ്സിന് ടാഞ്ചിറോ ചെറിയ വയറ്റിൽ പരിക്കോടെ അവിടുന്ന് പൊങ്ങി തെന്നി മാറുകയാണ്. അപ്പോൾ ടാഞ്ചിറോയ്ക്ക് ഏതാണ്ടൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ട്. ടാഞ്ചിറോ ഇങ്ങനെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ 150ാമത്തെ ചാപ്റ്റർ ഉണ്ടാകുന്നത്. അപ്പോൾ 151 വേഗം ഇറക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ടാണെന്നവരെ, ബായ്.